ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് സ്ഥിര വേക്കൻസി അല്ലെങ്കിൽ പെർമനന്റ് റിക്രൂട്ട്മെന്റ് ഒന്നും തന്നെയല്ല. ഇത് ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 2023-24 നടക്കാൻ പോകുന്ന അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ITI, ഡിപ്ലോമ, ദെൻ B.Tech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, എത്രയാണ് വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറയാം. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം മാക്സിമം നിങ്ങളുടെ കൂടെ പഠിച്ചവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അപ്രന്റീസ്ഷിപ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചിറങ്ങി 3 വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്രന്റീസ്ഷിപ്പിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻഡസ്ട്രി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ആയിരിക്കണം. അപ്പൊ ഇന്ത്യൻ ആർമി ബേസിലൊക്കെ നമുക്ക് സാധാരണ ഒരാൾക്ക് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ അത് മാക്സിമം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. യാതൊരുവിധ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ വേണ്ട. അപ്പൊ നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഫോർ ദ ഇയർ 2023-24 അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് ഡിസംബർ 29 മുതൽ ജനുവരി 31 വരെയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി 31. പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ. അപ്പോ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ അവസാനം കാണിക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ITI കഴിഞ്ഞവരെ വിളിച്ചിട്ടുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞവരെ വിളിച്ചിട്ടുണ്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിശ്ചിതമായിട്ടുള്ള ഡേറ്റിന്റെ ഉള്ളിൽ 31 ജനുവരിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപേക്ഷ ഫില്ല് ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം. ഇനി ട്രേഡ് വൈസ് വാക്കൻസി കാര്യങ്ങളും നോക്കാം. ഇതിലിപ്പം മെക്കാനിക് മോട്ടോർ വിളിച്ചിട്ടുണ്ട്. ഇതില് 46 വാക്കൻസിയാണ്. ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുക. ഇതിൽ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. 27 വാക്കൻസിയാണ്. ITI കഴിഞ്ഞവർക്കാണ് അപേക്ഷ നൽകാൻ പറ്റുക. അതിലേക്ക് ഫിറ്റർ 27 വാക്കൻസി ITI ആണ് വിളിച്ചിരിക്കുന്നത്. അതത് ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ദെൻ വെൽഡർ 15 വാക്കൻസി ITI വേണം. ദെൻ മെഷീനിസ്റ്റ് 5 വാക്കൻസി ITI വേണം. ദെൻ ടേർണർ 5 വാക്കൻസി ITI വേണം. ദെൻ ഇലക്ട്രോണിക് മെക്കാനിക് 12 വാക്കൻസി ITI വേണം. ദെൻ കോപ്പ ഒരു IT വിളിച്ചിട്ടുണ്ട്, 7 വാക്കൻസി ദെൻ ITI വേണം. ദെൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2 വാക്കൻസി ITI വേണം. പിന്നെ ഇതിൽ കൂടാത്ത 1-2 വാക്കൻസി കൂടെ നമുക്ക് സൈറ്റിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 17 വാക്കൻസി ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. ദെൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്, 11 വാക്കൻസി ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം. ദെൻ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് മെക്കാനിക്കൽ ആണ്, 4 വാക്കൻസി B.Tech കഴിഞ്ഞിരിക്കണം. പിന്നെ ടെക്നിക്കൽ ഗ്രാജുവേറ്റിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്, 3 വാക്കൻസി B.Tech കഴിഞ്ഞിരിക്കണം. 181 വാക്കൻസിയാണ് ആകെ മൊത്തം വിളിച്ചിരിക്കുന്നത്. വാക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ വാക്കൻസി നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പിലേക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് നടത്തപ്പെടുന്നത് 510 ആർമി ബേസ് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടായിരിക്കും, മീററ്റിലായിരിക്കും. അത് UP യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ UP യിൽ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, ഇതിന്റെ കോൾ ലെറ്റർ വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 29-30 2023 മാർച്ച് മാസം 29-30 ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടക്കും. അപ്പൊ നിങ്ങളുടെ അതത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ പറയുന്ന നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ ഡേറ്റും ആ കറക്റ്റ് വെന്യൂ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിനെ സ്ക്രീനിങ് ചെയ്തിട്ട് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, അവര് മെയിൽ അയക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ അയക്കും. അപ്പൊ ആ മെയിലില് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സാമിനേഷന് പോകാവുന്നതാണ്, അപ്പോഴത്തെ കണ്ടീഷൻ നോക്കിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സും പാടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒന്ന് നമുക്ക് ITIയുടെ സർട്ടിഫിക്കറ്റ്, ITI ആണ് പഠിച്ചതെങ്കിൽ, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, ഇനി ഡിഗ്രി പറയുന്ന B.Tech ആണെങ്കിൽ B.Techന്റെ സർട്ടിഫിക്കറ്റും ഇതിന്റെ ഒക്കെ മാർക്ക് ഷീറ്റും വേണം. ഓക്കെ, പിന്നെ നമുക്ക് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് വെക്കുക നിങ്ങള്. പിന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരുടെ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അതിന്റെ കൂടെ അയക്കണം. പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ആധാർ കാർഡ് വേണം, അതിന്റെ ഒക്കെ കോപ്പി നമ്മൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ സിഗ്നേച്ചർ, വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ നമ്മൾ എന്ത് ചെയ്യുക, ഇട്ടിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ കറക്റ്റ് ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് കൊടുത്തുകൊണ്ട് നമ്മൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ എന്താണ് വാലിഡ് ആണെങ്കിൽ അവർ നമുക്ക് എന്ത് ചെയ്യും, അഡ്മിറ്റ് കാർഡ്, എൻട്രൻസ് എക്സാമിനേഷനുള്ള അഡ്മിറ്റ് കാർഡ് നമുക്ക് ഇമെയിൽ വഴി അയച്ചു തരുന്നു പറയുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും എന്താണ് ഒന്നെങ്കിൽ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ ഈ വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡും, ഇത് രണ്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ്, ഇവർ അയച്ചു തരുന്ന അഡ്മിറ്റ് കാർഡ് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഐ ഡി കാർഡും ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ അതിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഈ 510 ആർമി ബേസ് വർക്ക്ഷോപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ COVID-19 ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു പ്രിവെന്റീവ് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അപ്പൊ അതിന് ഫേസ് മാസ്ക്, അതുപോലെ നമ്മള് സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതിന്റെ അവരുടെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റേഷനറി ഐറ്റം ആയിട്ടുള്ള ഈ പറയുന്ന ക്ലിപ്പ് ബോർഡ്, പെന്ന്, പെൻസില് തുടങ്ങിയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാം എഴുതാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 2 ലിങ്ക് കാണാം. ഒന്ന് ഈ പറയുന്ന നാപ്സിന്റെ ലിങ്കും ഒന്ന് നാറ്റ്സിന്റെ ലിങ്കും ആണ്. അപ്പോ നാപ്സ് വഴി അപേക്ഷ നൽകേണ്ടവർ ആരാണെന്ന് വെച്ചാൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാപ്സ് വഴിയാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ ഡിപ്ലോമ, ഇനി നാറ്റ്സ് വഴിയാണെങ്കിൽ നാറ്റ്സ് വഴി അപ്ലൈ ചെയ്യേണ്ടവർ ആരാന്ന് വെച്ചാൽ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ B.Tech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ആണെങ്കിൽ അവരെന്താണ് നാറ്റ്സ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന 2 വെബ്സൈറ്റ് ആണ്. ഈ 2 വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന് നാപ്സ് ആണ്, അപ്പൊ ഒന്ന് നാറ്റ്സ് ആണ്. അപ്പോ നാപ്സിൽ കൂടെ അപ്ലൈ ചെയ്യേണ്ടത് ആരാന്ന് വെച്ചാൽ ITI കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നാപ്സ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. NATS അല്ലെങ്കിൽ നാറ്റ്സ് വഴി അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ ആരാ വെച്ചാൽ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ B.Tech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാറ്റ്സിലൂടെയാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ നാപ്സിന്റെ ഒന്ന് എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ എങ്ങനെയാണ് പോയി സെർച്ച് ചെയ്ത് എസ്റ്റാബ്ലിഷ്മെന്റ് സെർച്ച് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നാപ്സിന്റെ ഹോം പേജ്. ഇപ്പൊ ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നിങ്ങൾക്ക് സെർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 510 എന്ന് അടിക്കുക. 510 ആർമി അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് താഴെ വരുന്ന കാണാം 510 ആർമി ബേസ് വർക്ക്ഷോപ്പ് എന്ന്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ 100 ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ 6-7 ട്രേഡേ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി വന്നാൽ കാണാം, ഇതിലൊക്കെ നിങ്ങൾക്ക് 2020 എങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് 2022 നോക്കി അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ 15 എന്നുള്ളത്, ഇവിടെ എത്ര എണ്ണം കാണിക്കണം എന്നുള്ളത് നിങ്ങൾ ഇവിടെ 50 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിൽ തന്നെ 50 എന്താണ് ട്രേഡ് കാണിക്കും. അപ്പൊ നിങ്ങൾ അത് നോക്കുക. അപ്പൊ ഇതിന് താഴേക്ക് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് 2022 നോക്കുക. നിങ്ങൾ 2022 നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ ഒക്കെ 2020 ആണ്. ഞാനിങ്ങനെ കാണിച്ചു തരാം. 2022 ഇതിൽ എക്സാമ്പിളും കാണിക്കാം. അപ്പൊ പോസ്റ്റഡ് ഓൺ എന്നുള്ളിടത്ത് 2022 നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 50-ലെല്ലാം 2020 തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജ് ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ നോക്കണം, ചെക്ക് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ അങ്ങോട്ടും കിട്ടും, മാറാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ ഇത് 2ാമത്തെ പേജിലാണ്. ബാക്കി വരുന്ന 50 എണ്ണാണ്. അതിൽ നമുക്ക് നോക്കാം 2022. ഓക്കെ, ഏകദേശം ഇവിടെ മുതൽ നിങ്ങൾക്ക് കാണാം 28/12/2022 ഫിറ്റർ കാണാം. ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഡേറ്റ് നോക്കി ചെയ്താൽ മതി. പിന്നെ 28/12 അടുത്തത് വെൽഡർ, പിന്നെ 28/12/2022 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോപ്പ, പിന്നെ 28/12/2022 ടെർണർ, പിന്നെ 28/12/2022 മെഷീനിസ്റ്റ്. ഇതൊക്കെ വിളിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ലൈവ് ആണ്. പിന്നെ 28/12/2022 മെക്കാനിക് മോട്ടോർ വെഹിക്കിള്, പിന്നെ 28/12/2022 ഇലക്ട്രീഷ്യൻ. ഈ ഡേറ്റിൽ കാണിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്ട്രാ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും അത് ആക്റ്റീവ് ആണ്, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ 28/12/2022 ഇലക്ട്രോണിക്സ് മെക്കാനിക്, പിന്നെ വരുന്നത് 28/12/2022 ഇൻസ്ട്രുമെന്റ് മെക്കാനിക്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന 9/1 അതായത് 2023 വന്നിട്ടുണ്ട്. ഇതില് ലൈവ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിൽ ഇതിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതും ഈ പറയുന്ന എന്താണ് മീററ്റ് തന്നെയാണ്, സെയിം വർക്ക്ഷോപ്പ് തന്നെയാണ്. അതായത് ഈ പറയുന്ന 510 ആർമി ബേസ് വർക്ക്ഷോപ്പ് തന്നെയാണ്. അപ്ലൈ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്ലൈ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആവശ്യമായുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്.
അപ്പോൾ നിങ്ങൾക്ക് നാപ്സ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ സൈറ്റ് വഴിയാണ്, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം, അതായത് നാറ്റ്സ് വഴിയാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അവരിവിടെ വന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം, അവർ ലോഗിൻ ചെയ്യണം. ഇപ്പം ഇതില് അക്കൗണ്ട് ഇല്ലെങ്കിൽ അവർക്ക് എൻറോൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഇതില് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടകണക്കിലുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെർച്ച് മെനുവിൽ പോയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് നെയിം ഇതുപോലെ 510 ആർമി ബേസ് എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വാക്കൻസി കാണിക്കും, അതിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന നാപ്സിന്റെയും നാറ്റ്സിന്റെ ഒക്കെ ജസ്റ്റ് നിങ്ങൾ നാപ്സ് ഓർ നാറ്റ്സ് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുക്കാം 2 സൈറ്റിന്റെയും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.